കുരങ്ങന്റെ കയ്യിൽ പൂമാല ഏൽപ്പിച്ച സ്ഥിതിയിൽ ആയിരിക്കുകയാണ് ഇന്ത്യക്കാർ. ഒരു രാജ്യത്തിന്റെ സ്ട്രെങ്തും ആ രാജ്യത്തിന് ലോകത്തിലുള്ള ഇൻഫ്ലുവൻസും അറിയുന്നതിന് ഏറ്റവും മികച്ച മാർഗം എന്താണ്? ഒരു സംശയവും വേണ്ട, ആ രാജ്യത്തെ പാസ്പോർട്ടിന്റെ വാല്യൂ ആണ്. കരുത്തരായ രാജ്യങ്ങളുടെ പാസ്പോർട്ട് കൊണ്ട് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും വിസ ഇല്ലാതെ സന്ദർശിക്കാൻ പറ്റും. അതായത് ഒരു രാജ്യം വിശ്വഗുരുവാണോ എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച തെളിവാണ് ആ രാജ്യത്തിന്റെ പാസ്പോർട്ടിനുള്ള വില. രാജ്യം കരുത്ത് ആർജിക്കും തോറും രാജ്യത്തെ നയിക്കുന്ന ആൾ കരുത്തൻ ആയിരിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ വില വർഷങ്ങൾ ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ, കഴിവില്ലാത്ത ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ വില കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിനുണ്ടായ ദുർഗതി. ലോകത്തിൽ പാസ്പോർട്ടിന്റെ വിലയുടെ ഏറ്റവും ഔദ്യോഗികമായ ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ലോകത്തെ 199 പാസ്പോർട്ടുകളാണ് റാങ്ക് ചെയ്യുന്നത്. ഈ റാങ്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അഥവാ അയാട്ടയിൽ നിന്നുള്ള ഡേറ്റയാണ്. വിസ ഇല്ലാതെ എത്ര രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മാനദണ്ഡം. ഒരു പാസ്പോർട്ട് ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ പാസ്പോർട്ട് വളരെ വാല്യൂ ഉള്ളതാണെന്നും ആ പാസ്പോർട്ട് ഉള്ള വ്യക്തി പ്രവേശിക്കുന്ന രാജ്യത്ത് അനധികൃതമായി തങ്ങുകയില്ല എന്നുമാണ്. സ്വന്തം നേട്ടത്തിനു വേണ്ടി മോദിയെ പുകഴ്ത്തുന്ന ഹിന്ദി നടനും കനേഡിയൻ പൗരനുമായ അക്ഷയ് കുമാർ ആളുകൾ പൊങ്കാലയിട്ടപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞ കാര്യം കേൾക്കണ്ടേ? हम पासपोर्ट लेके इमिग्रेशन ऑफिस में खड़े होते हैं, when they look at it, I'm talking about being in abroad, they look at it with lot of respect, and they like सीधे उनके मुंह से निकलता है, oh you come from the country of Modi. ഞാൻ വിദേശത്ത് ഇന്ത്യയുടെ പാസ്പോർട്ടും പിടിച്ച് ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്നപ്പോൾ അവർ ആ പാസ്പോർട്ടിൽ നോക്കി പറഞ്ഞു അത്രേ, ഓ നിങ്ങൾ മോദിയുടെ ഇന്ത്യയിൽ നിന്ന് വന്നതാണ് അല്ലേ എന്ന്. ഇങ്ങനെയൊക്കെയാണ് ഈ എട്ടും കെട്ടവന്മാർ പാവപ്പെട്ട ഇന്ത്യക്കാരെ പറ്റിക്കാൻ മോദിക്ക് വേണ്ടി പെയ്ഡ് പ്രചാരണം നടത്തുന്നത്. ഇത് 100% നുണയാണെന്ന് വിവരമുള്ള എല്ലാവർക്കും അറിയാമെങ്കിലും ഇതെല്ലാം കേട്ട് മന്ദഭക്തർ കോൾമയിൽ കൊള്ളുകയാണ് ഉണ്ടായത്. 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് പടിയിറങ്ങുമ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിൽ 76ാമത് ആയിരുന്നു. 2006 ഈ ഇൻഡെക്സിൽ ഇന്ത്യ ഏറ്റവും മികച്ച സ്ഥാനത്ത് നിന്നിരുന്നത് 71ാം സ്ഥാനത്ത്. അതും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലയളവിൽ ആയിരുന്നു. മോദി സ്ഥാനമേറ്റതു മുതൽ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബിസിനസ് ടുഡേയിൽ വന്ന ഈ വാർത്തയുടെ 2ാം പാരഗ്രാഫ് വായിച്ചുകൊള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് 2015 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ്. 2021 ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയായ 90ാം സ്ഥാനത്തേക്ക് പതിച്ചിരുന്നു ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില. 2024 80ാം സ്ഥാനത്തായിരുന്നു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യ. 2025 ആയപ്പോഴേക്കും അത് വീണ്ടും കുത്തനെ 5 സ്ഥാനങ്ങൾ ഇടിഞ്ഞ് 85ാം സ്ഥാനത്തേക്ക് പതിച്ചിരിക്കുകയാണ്. ലോകത്തെ മറ്റ് എല്ലാ രാജ്യങ്ങളുടെയും പാസ്പോർട്ടിന്റെ വില ഈ കഴിഞ്ഞ 10 വർഷത്തിൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മോദി ഭരണത്തിന് കീഴിൽ നമ്മുടെ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2015 42ാം സ്ഥാനത്തായിരുന്ന UAE 2025 ഏറ്റവും മികച്ച റാങ്കിംഗ് ആയ 10ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ ടോപ്പ് 10 സ്ഥാനത്തുള്ള ഏക രാജ്യമാണ് UAE. അതുപോലെ 2015 നമ്മളെക്കാൾ വളരെ പിറകിൽ 94ാം സ്ഥാനത്തുണ്ടായിരുന്ന ചൈന 60ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ്. US-ന്റെയും UK-യുടെയും കാനഡയുടെയും പാസ്പോർട്ട് റാങ്കിങ്ങിൽ ചെറിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാന കാരണം പല ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും ഈ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് വിസ ഇല്ലാതെ പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിച്ചതിനാൽ ആണ്, അല്ലാതെ ആ രാജ്യങ്ങളുടെ ശക്തിയിലുണ്ടായ കുറവ് കൊണ്ടല്ല. ഈ ഇൻഡെക്സിൽ 1ാം സ്ഥാനം സിംഗപ്പൂരിനും 2ാം സ്ഥാനം ജപ്പാനുമാണ്. 195 രാജ്യങ്ങളിലേക്ക് ഈ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാനാവും. അത് കഴിഞ്ഞാലുള്ള മറ്റ് രാജ്യങ്ങൾ ഫിൻലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സൗത്ത് കൊറിയ, സ്പെയിൻ, ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, അയർലൻഡ്, ലക്സംബർഗ്, നെതർലൻഡ്സ്, നോർവേ, സ്വീഡൻ, ബെൽജിയം, ന്യൂസിലൻഡ്, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ്, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, ഗ്രീസ്, കാനഡ, മാൾട്ട, പോളണ്ട്, ഹംഗറി, എസ്തോണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ലാത്വിയ, ലിത്വേനിയ, സ്ലോവേനിയ, UAE എന്നിവയാണ്. ഓർക്കണം, ഉഗാണ്ടയുടെ വരെ സ്ഥാനം 72 ആണ്. ഇന്ത്യയേക്കാൾ വളരെ മികച്ച സ്ഥാനത്താണ് റുവാണ്ട, സിയാറ ലിയോൺ, സിംബാബ്വെ, ക്യൂബ,
ടോങ്കോ, മഡഗാസ്കർ, സെനഗൽ എന്നീ രാജ്യങ്ങൾ. ആകെ ആശ്വസിക്കാവുന്നത് അഫ്ഗാനിസ്ഥാനേക്കാളും പാകിസ്ഥാനേക്കാളും നേപ്പാളിനേക്കാളും സൊമാലിയയെക്കാളും ബംഗ്ലാദേശിനേക്കാളും അല്പം കൂടി മെച്ചപ്പെട്ട സ്ഥാനത്താണ് ഇന്ത്യ എന്നുള്ളത് മാത്രമാണ്. അതായത് ലോകത്തെ കലാപകലുഷിതമായ രാജ്യങ്ങളെക്കാൾ അല്പം മെച്ചം മാത്രമാണ് വിശ്വഗുരു എന്ന് മന്ദഭക്തർ പുകഴ്ത്തുന്ന മോദിയുടെ ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയുടെ 2025 റാങ്കിംഗ് 2024 80 നിന്ന് 85 5 സ്ഥാനങ്ങൾ താഴ്ന്നപ്പോൾ മോദിയുടെ ഫ്രണ്ടായ അംബാനിയുടെ ന്യൂസ് 18 കൊടുത്ത വാർത്ത കണ്ടോ? ഒന്ന് ഓർക്കണം, ഇന്ത്യയുടെ റാങ്കിങ് ആക്ച്വലി 80 നിന്നും 85 താഴുകയാണ് ഉണ്ടായത്. എന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മോദിയുടെ ബോസായ അംബാനിയുടെ ന്യൂസ് 18 പറയുന്നത് അത് 2024 85 നിന്നും 80 ഉയർന്നു എന്നാണ്. എന്തൊരു കഷ്ടമാണ് എന്നോർക്കണം ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ കാര്യം. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ മികച്ച ഭരണാധികാരികൾ ആയിരുന്നു 2014 മുതൽ ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിൽ നിസ്സംശയം പറയാം ഇപ്പോൾ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 50 എങ്കിലും ആയിരുന്നേനെ എന്ന്. കർമ്മഫലം അനുഭവിച്ചേ മതിയാവൂ. അങ്ങനെ കുരങ്ങന്റെ കൈയിൽ പൂമാല ഏൽപ്പിച്ച സ്ഥിതിയിൽ ആയിരിക്കുകയാണ് ഇന്ത്യക്കാർ.